നിലവിൽ CPM അണികൾക്ക് ഒരു അധിക ബാധ്യത കൂടി വന്നിരിക്കുകയാണ്. അത് പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവുണ്ട്. അത് ഒരു നേതാവിനെ നമ്മൾ പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാവ് എന്ന നിലയ്ക്ക് പ്രതിരോധിക്കുന്നത് ശരി, ഉചിതമായ ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ വരുന്ന ഒരു കാര്യത്തെ കൂടി അവരെ കൂടി ചുമക്കുകയോ അവരെ കൂടെ ന്യായീകരിക്കേണ്ട ഒരു അധിക ബാധ്യത നിലവിൽ ഇവിടുത്തെ അണികൾക്ക് ഉള്ളിൽ മേൽ വരികയും അങ്ങനെ ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്യുകയാണല്ലോ നിലവിലുള്ളത്. അപ്പോൾ അതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നവർക്ക് തന്നെ അറിയാം, വീണ ടി എന്ന് പറയുന്നവർ ഇന്നേ വരെ അവർ എന്ത് സേവനമാണ് CMRL എക്സാലോജിക്കുമായിട്ടുള്ള ഈ ഇടപാടിൽ CMRL നൽകിയിരിക്കുന്നതെന്ന് അവർ പൊതുമധ്യത്തിൽ പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെയായിരിക്കാം മാധ്യമങ്ങളടക്കം ഇത്തരമൊരു കാര്യം എഴുതുന്നത് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു കരാറിൽ 2 കമ്പനികൾ തമ്മിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് നമ്മളും ഒന്ന് പരിശോധിക്കുമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, 2 കമ്പനികൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അതിലൊരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് എന്ന നിലയ്ക്ക് ഒരു കാര്യമുണ്ട്. അത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്നുള്ളത് ബന്ധപ്പെട്ട 2 കക്ഷികളും മറ്റാരോടും വെളിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിലെ കാര്യമെന്നാണ് പ്രാഥമികമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിൽ. അതായത് ഇനി ഒരു കമ്പനി ഇത് ലംഘിച്ചുകൊണ്ട് ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റേ കമ്പനിക്ക് കോടതിയിൽ പോകാം. അല്ലാത്ത പക്ഷം ഇനിയിപ്പോൾ ഇതിൽ മറ്റേതെങ്കിലും തരത്തിൽ കേസുണ്ടാകാനോ പരാതിപ്പെടാനുണ്ടെങ്കിൽ ഈ കമ്പനി എനിക്ക് സേവനം തന്നില്ല എന്ന് മറ്റൊരു കമ്പനി പരാതിപ്പെടണം. അങ്ങനെ വരുമ്പോഴൊക്കെയാണ് ഈ എഗ്രിമെൻറ്റിലെ വിശദാംശങ്ങൾ പുറം ലോകം അറിയുന്നത്. ഇപ്പോഴും കേരള സമൂഹം ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നു ആ സേവനം എന്നറിയുവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മറ്റൊരു തലത്തിൽ അതിനെ കാണുകയാണെങ്കിൽ ഇതൊന്നും വീണ ടിയുടെ മറുപടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ഈ വിഷയം അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി ഇതല്ലെങ്കിൽ തന്നെ ഇനി സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ IRCTCയിൽ ട്രെയിനിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണോ എന്ന് ആ കമ്പനി നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഉറപ്പിന് എന്നാൽ അതെടുത്ത് വെക്കും എന്ന് കരുതി ആ ട്രെയിൻ യാത്രയിൽ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് കരുതി ഞാൻ പോയി ആ 1 രൂപയോ 2 രൂപ അത്ര രൂപയെങ്ങാറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു സനീഷേട്ടൻ ടിക്കറ്റ് എടുക്കുന്നില്ല, അത് തിരികെ ചോദിക്കും, എനിക്ക് അപകടമൊന്നും പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഒരു കമ്പനി, ഒരു മാതൃകമ്പനി IT സേവനത്തിന് വേണ്ടി ഒരു കമ്പനിയുമായി ഒരു കരാറുണ്ടാക്കുന്നു. അപ്പോൾ ആ കമ്പനി ഇന്ന കാലത്തിനുള്ളിൽ ഈ മാതൃകമ്പനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഈ കരാർ വ്യവസ്ഥയിൽപ്പെട്ട ഒരു തുക ചിലപ്പോൾ ആ കമ്പനിക്ക് കൈമാറേണ്ടിയിരിക്കും. ഈ ഇടയിൽ മാതൃകമ്പനിക്ക് അന്നേനെ ഒരു സേവനം വേണ്ട എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സേവനം ഈ ഘട്ടത്തിൽ നിങ്ങൾ തന്നിരുന്നില്ല, അതുകൊണ്ട് ആ പണം എന്നാൽ മടക്കി നൽകുമോ എന്ന് പറയുന്നത് ഒരു 2 കമ്പനികൾക്കിടയിൽ ഒരു വ്യവസ്ഥയായി പോലും ഉണ്ടോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവുക. എങ്കിലും പക്ഷേ ഇതെല്ലാം പൊതുമധ്യത്തിലുള്ള കാര്യമാണ്. എത്ര പൈസ നിലവിൽ ഈ ആദായ നികുതി വകുപ്പ് മുഖേനയാണല്ലോ ഈ കേസ് ആദ്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ CMRL എന്നുള്ള കമ്പനി ഒരു ഓഡിറ്റിങ്ങിന് വിധേയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ പൊതുമധ്യത്തിലും ചിത്രത്തിലും വരുന്നത്. അതിലാണല്ലോ വീണ ടി ഉള്ളത്. അപ്പോഴും 1,72,00,000 രൂപ അവർ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് നിയമവിധേയമായി IGST ഒക്കെ അടച്ചു എന്ന് കൃത്യമായും കേരളത്തിലെ ധനവകുപ്പ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളതാണ്. അന്നത്തെ ധനകാര്യമന്ത്രിയും ആ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കേസിൻ്റെ നാൾ വഴികൾ മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ തന്നെ നിലവിൽ 1,72,00,000 എന്നുള്ള കാര്യം അവിടെ ഇരിക്കെ തന്നെ ഇതൊക്കെ വ്യക്തമാണ്, ഇങ്ങനെയുണ്ട്. ഇനി ഇതൊരു കോഴപ്പണമാണോ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് EDയും അന്വേഷിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാത്ത കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. മറ്റു പലർക്കും കൂടെ പൈസ പോയിട്ടുണ്ട് ഈ കമ്പനിയിൽ നിന്ന്, CMRL നിന്ന്. ആ പൈസ മേടിച്ചിരിക്കുന്നത് ഇവിടെ താക്കോൽ സ്ഥാനത്ത് നിലവിലിരിക്കുന്നവരാണ്. അപ്പോൾ അവരിലേക്കുള്ള എന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലിയ ഗുരുതരമായേക്കാവുന്ന അല്ലെങ്കിൽ ഇനി ഈ കോഴപ്പണം തന്നെയാണോ ഇവർക്കും കൊടുത്തിരിക്കുന്നത് എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഈ അന്വേഷണ പരിധിയിൽ, EDയുടെ അന്വേഷണ പരിധിയിൽ ഇതേ ഗ്രാവിറ്റിയിൽ ഈ നേതാക്കൾ കൂടി വരികയാണെങ്കിൽ ഇത് ഭയങ്കര ഗുരുതരമായൊരു പ്രത്യാഘാതമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സർക്കാർ ആദ്യം തന്നെ അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയൊരു പ്രശ്നമായിരിക്കും. ഈ കണ്ട കളികളൊന്നുമല്ല എന്ന് വെച്ചാൽ അവിടുത്തെ 2 മന്ത്രിമാർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയ പ്രശ്നമായിരിക്കും. ആ പ്രശ്നത്തെ അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഒരു മുഖംമൂടി എന്ന നിലയ്ക്ക് ഒരു മൗനമെടുത്ത് അണിയുന്നതാണോ എന്ന് സംശയിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി ചിലപ്പോൾ ഒരു നിലവിൽ ഇത്രയധികം പ്രവർത്തകർ ഇവിടെ രോഷത്തോടെ പ്രതികരിച്ചതുകൊണ്ട് തന്നെ വലിയ അക്രമ സംഭവങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയണമല്ലോ നമ്മൾ അതിനെ. അപ്പോൾ ഇതൊക്കെയും ഉണ്ടാകുമ്പോൾ ഒരു ആഭ്യന്തര വകുപ്പ്, ഒരു മുഖ്യമന്ത്രി അടക്കം ഉള്ള ഒരു സിസ്റ്റം ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അതിനെ പ്രത്യേകിച്ച് ചെറുക്കാൻ
കാതലായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല. അത് ആ ദൃശ്യങ്ങളിലും തോന്നുന്നില്ല. അവരത് ചെയ്തിട്ടില്ല. നോക്കി നിൽക്കുക തന്നെയാണ്. ഒരു സിസ്റ്റം അടക്കം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇത് ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ നോക്കി നിൽക്കലടക്കം ഇതുവഴി ഇത് ഇങ്ങനെ പോയാൽ പൊക്കോട്ടെ, ഇനി ഇത് ഞങ്ങളിലേക്ക് വരണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് പോലും ഈ ഘട്ടത്തിൽ സംശയിക്കാതിരിക്കാൻ തരമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞവർ ബന്ധപ്പെട്ടവർ എല്ലാവരും മിണ്ടണം. അത് മുഖ്യമന്ത്രി മിണ്ടുക തന്നെ വേണം. ആഭ്യന്തരമന്ത്രി ആ കാര്യത്തിൽ നിലപാട് കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വ്യക്തമാക്കണം. അല്ലാതെ ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കുന്നത് പോലെ അവർ തമ്മിലല്ലേ ഡീൽ, അപ്പോൾ അവരത് നോക്കി ചെയ്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വീണയും ഈ അണികൾക്ക് ഇത്രയധികം കണ്ട് പ്രതിരോധിച്ചു പോകുന്നതിൽ ഒരു പ്രശ്നങ്ങളുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവരും ഈ ഘട്ടത്തിൽ ചിലപ്പോൾ ഇനിയെങ്കിലും മൗനം വെടിയാൻ തയ്യാറാവേണ്ടി വരും ഈ ഘട്ടത്തിൽ എന്നാണ് ഇന്നത്തെ സംഭവവികാസങ്ങളൊക്കെ തോന്നുമ്പോൾ എനിക്ക് അപഗ്രഥിച്ചും വിശകലനം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം.